ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ന്യൂ ഇന്ത്യ അഷ്വറൻസ് കമ്പനിയിൽ ജോലി ഒഴിവരുന്നു. 500 ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ന്യൂസിനെ കുറിച്ച് കൂടുതൽ വിവരം അറിയാൻ ഈ ഒരു വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും സബ്സ്ക്രൈബ് ചെയ്യുക. ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ നല്ല ശമ്പളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള സുവർണാവസരമാണിത്. ന്യൂ ഇന്ത്യ അഷ്വറൻസ് കമ്പനി ലിമിറ്റഡ് ഇപ്പോൾ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു തുടങ്ങിയിട്ടുണ്ട്. വിവിധ ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ അസിസ്റ്റന്റ് തസ്തികയിൽ മൊത്തം 500 ഒഴിവുകളാണ് വരുന്നത്. ഓൺലൈൻ വഴിയാണ് ഇതിലേക്ക് നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. നല്ലൊരു ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം. ഈ ഒരു ജോലിക്ക് ഓൺലൈനായിട്ട് 2024 ഡിസംബർ 17 മുതൽ 2025 ജനുവരി 1 വരെ അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും. ഓക്കെ, അതിന് ചുരുക്കം നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, NIACL അസിസ്റ്റൻറ്റ് റിക്രൂട്ട്മെൻറ്റ് 2025 ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ്. സ്ഥാപനത്തിൻ്റെ പേര് ന്യൂ ഇന്ത്യ അഷ്വറൻസ് കമ്പനി ലിമിറ്റഡ്. ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ്. റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. തസ്തികയുടെ പേര് അസിസ്റ്റൻറ്റ്. ഒഴിവുകളുടെ എണ്ണം 500. ജോലി സ്ഥലം ഓൾ ഓവർ ഇന്ത്യ. ജോലിയുടെ ശമ്പളം 40,000 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷ ആരംഭിക്കുന്ന തീയതി 2024 ഡിസംബർ 17 ആണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി 2025 ജനുവരി 1 ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഡീറ്റെയിൽസ് പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. എന്താണ് ക്വാളിഫിക്കേഷൻ നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു ക്വാളിഫിക്കേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ജോലി ഒഴിവുകൾ എത്രയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ 2 ഒഴിവ് വരുന്നുണ്ട്. ആന്ധ്രാപ്രദേശ് 10, അരുണാചൽ പ്രദേശ് 2, അസം 6, അതേപോലെ ബീഹാർ 2, ഛത്തീസ്ഗഡ് 5, അതേപോലെ ഹിന്ദി പഞ്ചാബിൽ വരുന്നത് 20, ഡൽഹി 12, ഗോവ 8, ഗുജറാത്ത് 50, ഹരിയാന 5, ഹിമാചൽ പ്രദേശ് 2, ജമ്മു ആൻഡ് കാശ്മീർ 4, ജാർഖണ്ഡ് 2, കർണാടക 50, കേരള 40, മധ്യപ്രദേശ് 40, മഹാരാഷ്ട്ര 105, മണിപ്പൂർ മേഘാലയ ഓരോന്ന് വീതം, മിസോറാം 2, ഒഡീഷ 1, പുതുച്ചേരി 10, പഞ്ചാബ് 2, രാജസ്ഥാൻ 14, സിക്കിം 15, തമിഴ്നാട് 1, തെലുങ്കാന 40, ത്രിപുര 10, ഉത്തർപ്രദേശ് 24, ഉത്തരാഖണ്ഡ് 4, വെസ്റ്റ് ബംഗാൾ 10. ടോട്ടൽ 500 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഈ ഒരു ജോലിക്ക് വേണ്ട പ്രായപരിധി എത്രയാണെന്ന് നോക്കാം. മിനിമം ഏജ് 21 വയസ്സ് പൂർത്തിയായിരിക്കണം. അതേപോലെ ഈ 30 വയസ്സ് കവിയാനും പാടില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതേപോലെ വിദ്യാഭ്യാസ യോഗ്യതയാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഈ ഒരു ജോലിയിലേക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത, അസിസ്റ്റന്റ് തസ്തികയുടെ വിദ്യാഭ്യാസ യോഗ്യത നോക്കാം. എ കാൻഡിഡേറ്റ് മസ്റ്റ് പോസസ് ദ മിനിമം ക്വാളിഫിക്കേഷൻ ഓഫ് ഗ്രാജുവേഷൻ ഇൻ അനി ഡിസിപ്ലിൻ. ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് ഗ്രാജുവേഷൻ വേണമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതേപോലെ 1/12/2024 മുമ്പായിട്ട് നിങ്ങൾ പാസ്സായിരിക്കണം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസിൽ പറയുന്നത്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസിൽ പറയുന്നത്. അതേപോലെ അടുത്തതായിട്ട് പറയുന്ന അപേക്ഷാ ഫീസ് എത്രയാണ് എന്നുള്ളതാണ്. ഈ ഒരു അപേക്ഷാ ഫീസ് എത്രയാണെന്ന് നോക്കാം. UR OBC EWS വിഭാഗത്തിന് 850 രൂപയാണ് ഫീസായിട്ട് പറയുന്നത്. അതേപോലെ SC ST PWD വിഭാഗത്തിന് 100 രൂപയാണ് ഫീസായിട്ട് പറയുന്നത്. ഓക്കെ, ഇതിലേക്ക് നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടത് ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടതും അടയ്ക്കേണ്ടതും. ഓക്കെ, അപ്പോൾ ഇതിന് അപേക്ഷിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് നോക്കാം. ന്യൂ ഇന്ത്യ അഷ്വറൻസ് കമ്പനി ലിമിറ്റഡ് ഈ ഒരു അസിസ്റ്റൻറ്റ് തൊഴിലിലേക്ക് അപേക്ഷിക്കാൻ ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. 2025 ജനുവരി 1 വരെയാണ് അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്നു കരുതുന്നു. ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് മാക്സിമം ഷെയർ ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.